നമസ്കാരം. നിഫ്റ്റിന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,768 നിഫ്റ്റിയുടെ ഒരു ക്ലോസിങ് പോസിറ്റീവ് ആണോ അതൊരു ട്രെൻഡ് താഴത്തേക്ക് ഇനിയുള്ള ഒരു സാധ്യത ആണോ? ഇന്നത്തെ ഒരു എക്സ്പയറി ഹെവി വോളറ്റൈൽ മൊമെന്റ് ആയിരുന്നു. മാർക്കറ്റിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വരും ദിവസങ്ങളിൽ നമുക്ക് എങ്ങനെയാണ് നമുക്ക് മാനേജ് ചെയ്യേണ്ടത്? ഞാൻ ബിജീഷ് വള്ളൂർ, പ്രൊഫഷണലി ഒരു ഫുൾ ടൈം ട്രേഡറാണ്. നമുക്ക് നിഫ്റ്റിനെ കുറിച്ച് പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് ഇന്നത്തെ മാർക്കറ്റിലെ സിറ്റുവേഷൻ നമുക്ക് എങ്ങനെയായിരുന്നു മാനേജ് ചെയ്യേണ്ടിരുന്നത്, എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റബിൾ ആകാൻ സാധിക്കുന്നത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. കാരണം വരാൻ പോകുന്ന ഒരു ദിവസങ്ങളായാലും നിങ്ങൾക്ക് അത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിഞ്ഞാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ സപ്പോർട്ട് റെസിസ്റ്റൻസ് എല്ലാവരും സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് ട്രേഡ് ചെയ്യുന്നവരായിരിക്കും. പക്ഷേ ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്താലാണ് നമുക്കൊരു പ്രോഫിറ്റ് വരുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന രീതിയിൽ ആദ്യം തന്നെ 5 മിനിറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പ്ലാൻ. നമ്മൾ 5 മിനിറ്റ് ആണ് ക്യാൻഡിൽസ്റ്റിക്, അതായത് ടൈം ഫ്രെയിം നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽസ്റ്റിക് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇന്നത്തെ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നോക്കാം. ഹ്യൂജ് ഗ്യാപ് ഡൗൺ ആയിരുന്നു ഓപ്പൺ ചെയ്തിരുന്നത്. നമ്മൾ നൽകിയിരിക്കുന്ന സപ്പോർട്ടുകൾ നോക്കാം. ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു. നമ്മൾ നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട് 24,650, 675. ഈ റേഞ്ച് എന്തിനാണ് തന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓപ്പണിംഗ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ്. സ്റ്റോപ്പ് ലോസ് വരേണ്ടത് ഈ ബ്രേക്ക് ചെയ്തൊരു ക്യാൻഡിലാണ് ഒരു സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. ഓപ്പണിംഗ് ക്യാൻഡിൽ തന്നെ നമ്മളെ റെസിസ്റ്റൻസിന്, അതായത് തൊട്ടടുത്തുള്ള 2 റെസിസ്റ്റൻസിൽ ബ്രേക്ക് ചെയ്താൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്നൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓരോ ദിവസത്തെ ഒരു വീഡിയോസിലും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. എല്ലാ ദിവസത്തെ വീഡിയോസും കാണാൻ ശ്രമിക്കുക. നമ്മൾ ചെയ്യുന്ന ഒരു പ്ലാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. അതിനുശേഷം നമ്മൾ റെസിസ്റ്റൻസ് നൽകിയിരിക്കുന്നത് 24,755 തുടക്കത്തിൽ ആ ഒരു 755, 733 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് റേഞ്ചിന്റെ അടുത്തുനിന്ന് പ്രഷർ വന്നിരുന്നു. 730 എത്തിയപ്പോഴേക്കും നിഫ്റ്റിയുടെ പ്രഷർ വന്നിരുന്നു. അതിനുശേഷം ഇത് സപ്പോർട്ടിന്റെ മുകളിലേക്ക് ക്ലോസ് ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ലെവലിൽ വീണ്ടും സപ്പോർട്ടായിട്ട് എടുത്തുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്ത റെസിസ്റ്റൻസ് 24,755 മുകളിലേക്ക് ക്ലോസ് ചെയ്തു. മാർക്കറ്റിൽ ഷോർട്ട് സെല്ലിന്റെ ഓപ്പർച്യൂണിറ്റി ഇല്ല. നമ്മളൊരു സിസ്റ്റം പ്രകാരം എപ്പോഴും മനസ്സിലാക്കാൻ, നമ്മളൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് തരുമ്പോൾ മാർക്കറ്റ് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്നുള്ളതല്ല, മാർക്കറ്റിന്റെ ഒരു മൊമെന്റം ഏത് സൈഡിലേക്കാണോ സാധ്യത അതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ് തരുന്നത്. മാർക്കറ്റിൽ നിന്ന് ക്ലിയർ ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രമാണ് മാർക്കറ്റിൽ അത് കിട്ടിയിരുന്നത്. അതിനുശേഷമായാലും നമ്മൾ അടുത്ത റെസിസ്റ്റൻസ്, പിന്നെ നമ്മൾ റെസിസ്റ്റൻസ് ഏരിയ നൽകിയിരുന്നത് ശ്രദ്ധിക്കുക 24,844 ഈ ഒരു റേഞ്ചിന്റെ അടുത്തുനിന്ന് ഒന്ന് സ്ട്രഗിൾ ചെയ്യാനായിട്ട് മാർക്കറ്റ് ഒന്ന് നോക്കിയിരുന്നു. പക്ഷെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ആ റെസിസ്റ്റൻസിന് മുകളിലേക്ക് വീണ്ടും ക്ലോസ് ചെയ്തു. എപ്പോഴും ആ ഒരു റെസിസ്റ്റൻസിന് മുകളിലേക്ക് ക്ലോസ് ചെയ്താൽ ഇത് തന്നെയാണ് നമുക്കൊരു പിന്നെ ഒരു സപ്പോർട്ടായിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് ക്ലോസ് ചെയ്തു. ഓരോ സപ്പോർട്ടും തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തു. അതായത് ഒരു ഹെവി വോളറ്റൈൽ മൊമെന്റ് ആണ് മാർക്കറ്റിൽ നമ്മൾ കണ്ടിരുന്നത്. മാർക്കറ്റിൽ നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റ്സിൽ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ വൈഡ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ നൽകുന്നുണ്ട്. കാരണം മാർക്കറ്റിന്റെ ഒരു ഹെവി മൊമെന്റം മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാനേജ് ചെയ്യേണ്ട പ്ലാനുകളൊക്കെ വളരെ ടൈം എടുത്തിട്ടാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോസ് ഒക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ, ഇന്നത്തെ മാർക്കറ്റ് നമുക്കത് കഴിഞ്ഞു, വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിലായാലും നമുക്കത് നിഫ്റ്റിയിൽ നമുക്കത് എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, ഏതാണ് റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് നോക്കാം. അപ്പൊ നിഫ്റ്റിയുടെ നമ്മളൊരു ലോങ് ടൈം വ്യൂ നമുക്ക് ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് നോക്കാം. ഡെയിലി ടൈം ഫ്രെയിമിൽ നമ്മൾ ഇപ്പോൾ നോക്കുന്നത് നിഫ്റ്റിയുടെ ആ ഒരു ലോങ് ടൈം വ്യൂ ആണ്. ലോങ് ടൈം വ്യൂവിൽ നിഫ്റ്റിയുടെ ട്രെൻഡ് സ്റ്റിൽ നെഗറ്റീവ് തന്നെയാണ്. എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു പോസിറ്റീവിലേക്ക് കടന്നിട്ടില്ല, നമ്മൾ നെഗറ്റീവിലേക്ക് കടന്നത് സൂചിപ്പിച്ചിരുന്നത് ഈ ഒരു ലെവല് തിരിച്ച് താഴോട്ട് ബ്രേക്ക് ചെയ്തപ്പോൾ തന്നെ നമ്മൾ നെഗറ്റീവിലേക്ക് കടന്നു എന്ന് നമ്മൾ സൂചിപ്പിച്ചായിരുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെപ്പോഴും മാർക്കിൻ്റെ ഒരു ഹയസ്റ്റ് ലെവലിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിവേഴ്സൽ, അതേപോലെ തന്നെ റൈറ്റ് ഡിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റിയും നമ്മൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഓൾമോസ്റ്റ് സമയങ്ങളിലും ആ ഒരു പെർഫെക്റ്റ് ആ ഡിപ്പിലെ ഓപ്പർച്യൂണിറ്റികളും അതേപോലെ ഹയർ ലെവലിൽ നിന്നുള്ള റിവേഴ്സിലൊക്കെ നമ്മൾ എക്സാക്റ്റ് ആയിട്ട് പ്രഡിക്ഷൻ നടത്താറുണ്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിഫ്റ്റി ഇപ്പോഴും ബൈയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ് നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ. അതുകൊണ്ടാണ് ആ ഒരു ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രഷർ വരുന്നത്. സപ്പോർട്ടിൽ നിന്നുള്ളൊരു ബൗൺസ് മാർക്കറ്റ് നടത്തിയാലും, കാരണം നിഫ്റ്റിയുടെ സ്റ്റോപ്പ് ലോസ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ ആഴ്ചകൾ തന്നെ അപ്ഡേറ്റ് ചെയ്തു. ഇവിടെയാണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് കിടക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് റേഞ്ച് മാറാൻ പോവാണ്. നമുക്കൊരു നാളത്തെ ഒരു ക്ലോസിംഗ് കൂടിയും കഴിഞ്ഞാൽ വീക്കിലി ക്ലോസിംഗ് ആയി അതും കൂടി കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ഒരു റെസിസ്റ്റൻസ് ചിലപ്പോൾ 25,000 മുകളിലോ 25,100 ആകും.
നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നാളത്തെയും കൂടി ഒരു ക്ലോസിംഗ് കഴിഞ്ഞാലാണ് നിഫ്റ്റിയുടെ ഒരു റിവേഴ്സൽ ഏരിയ നമുക്കത് കിട്ടുന്നത്, ട്രെൻഡ് റിവേഴ്സൽ ഏരിയ നമുക്ക് കിട്ടുന്നത്. ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റ് അപ്ഡേറ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നിഫ്റ്റിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയാലും നമുക്ക് നിഫ്റ്റിയുടെ ഈ ഒരു ട്രെൻഡ് ലൈനും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീക്ക്നെസ് ആണ് മാർക്കറ്റിന്റെ ഒരു വോളറ്റാലിറ്റിയിലുള്ള ഒരു ബൗൺസ് മാത്രമാണ് മാർക്കറ്റിൽ നടത്തുന്നത്. നമുക്ക് മാർക്കറ്റ് ഒരു ബൈയിലേക്ക് കടന്നാൽ നമ്മൾ ബൈ എന്ന് പറയും. മാർക്കറ്റ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച്, പ്രൈസ് ആക്ഷൻ സിറ്റുവേഷൻ അനുസരിച്ച് സെല്ലിലാണ് മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊരു ഈ ഒരു ലെവല് നല്ലൊരു സപ്പോർട്ടുണ്ട്. നമ്മൾ ഇന്ന് നൽകിയിരിക്കുന്ന ഒരു സപ്പോർട്ട്, ഇൻട്രാഡേയിൽ നൽകിയിരിക്കുന്ന സപ്പോർട്ട് റേഞ്ച് നിങ്ങൾക്ക് അറിയാം. ആ ഒരു സപ്പോർട്ട് നല്ലൊരു സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് താഴത്തേക്ക് നാളെ ക്ലോസ് ചെയ്താൽ നിഫ്റ്റിയുടെ കാര്യം കുറച്ചും കൂടി വീക്ക്നെസ് ആണ്. നിഫ്റ്റി 24,400 അടുത്താണ് പിന്നെ സപ്പോർട്ട് വരുന്നത്. ഈ ഒരു ലെവലിലാണ് പിന്നെ ഒരു സപ്പോർട്ട് വരാൻ പോകുന്നത്. 400-500 അടുത്തേക്ക് എത്തും. പിന്നെ അതിനുശേഷം വളരെ ഈസി ആയിട്ട് 24,400 അടുത്ത് മൈനറായിട്ടുള്ള സപ്പോർട്ടാണ്. നിഫ്റ്റി ഇതിന്റെ താഴെ ക്ലോസ് കിട്ടിക്കഴിഞ്ഞാൽ നിഫ്റ്റിക്ക് അടുത്ത സപ്പോർട്ട് 24,200 അടുത്താണ് സപ്പോർട്ട് വരുന്നത്. 200 അടുത്തേക്ക് വളരെ വളരെ ഈസി ആയിട്ട് നിഫ്റ്റി അത് അച്ചീവ് ചെയ്യും ആ ഒരു ടാർഗറ്റ്. കാരണം ഇതിന്റെ താഴെ ക്ലോസിങ് വരണം. ഇത് ഇൻട്രാഡേ അല്ല പറയുന്നത്, നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ്. ഡെയിലി ടൈം ഫ്രെയിമിന്റെ ക്ലോസിങ് അനുസരിച്ചാണ് പറയുന്നത്. ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമിന്റെ ക്ലോസിങ് എങ്ങനെ ആയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇൻട്രാഡേയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം ലാസ്റ്റ് സെക്ഷനിൽ മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. അത് ഓരോ ദിവസത്തെ ഒരു മാർക്കറ്റിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുള്ളതാണ്. അതിനനുസരിച്ചാണ് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റിൽ മാർക്കറ്റിൽ വരാൻ പോകുന്നത്. മാർക്കറ്റിലെ ലാസ്റ്റ് സെക്ഷനിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് വന്നു. അതിനുശേഷം ലാസ്റ്റ് ഒരു ഹയർ ലെവൽ റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് റെസിസ്റ്റൻസിന്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാതെ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ഇവിടെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവിടെ ബയേഴ്സിനും സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. അവസാനത്തെ ഒരു സെക്ഷനിൽ സെല്ലേഴ്സിനും സ്ട്രെങ്ത് കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ ഓവർനൈറ്റ് സെക്ഷനിൽ സെല്ലേഴ്സിന് സ്ട്രെങ്ത് കിട്ടി, അവർ ഇവിടുന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി. ബയേഴ്സിന് കുറച്ച് സ്ട്രെങ്ത് കിട്ടി, പക്ഷെ ഈക്വൽ ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷനിലാണ് പോയിരിക്കുന്നത്. അതിനനുസരിച്ചാണ് നമ്മൾ വരാൻ പോകുന്ന ഒരു ദിവസങ്ങളിൽ മാർക്കറ്റിനെ മാനേജ് ചെയ്യുന്ന റൈറ്റ് സപ്പോർട്ടുകൾ, ഓപ്പണിംഗ് റേഞ്ചിലെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇതിനനുസരിച്ചാണ്. മാർക്കറ്റിലെ റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇന്ന് അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ 24,730 നമുക്ക് സപ്പോർട്ടായിട്ട് നമുക്ക് എടുക്കാം. ഇതാണ് നമുക്ക് ഇൻട്രാഡേ സപ്പോർട്ടായിട്ട് കാണുന്നത് 24,730. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് 24,730 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരും. മാർക്കറ്റിൽ ഇതിന്റെ ഒരു താഴെ സസ്റ്റെയിൻ ചെയ്യാണ്, ഇതിന്റെ ഒരു താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്, ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. നിങ്ങൾക്ക് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കുക, 15 പോയിന്റ് അപ്പുറത്തേക്ക് 24,745 മുകളിലേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നമുക്കൊരു ബൈർ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ യൂട്ടിലൈസ് ചെയ്യാം. സ്റ്റോപ്പ് ലോസ് ഇത് തന്നെ, നമ്മളൊരു ഓപ്പണിംഗ് ക്യാൻഡിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ടെക്നിക്ക് ഫോളോ ചെയ്യുക. പക്ഷെ ഇതിന്റെ താഴെ സസ്റ്റെയിൻ ചെയ്താൽ നമുക്കൊരു വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. പക്ഷേ ഈ ഒരു ലെവലിലായാലും മാർക്കറ്റ് വോളറ്റാലിറ്റിക്ക് തന്നെയാണ് സാധ്യത. അതുകൊണ്ട് തന്നെ റെസിസ്റ്റൻസ് ഹയർ ലെവൽ തന്നെയാണ് റെസിസ്റ്റൻസ് നമുക്ക് വരുന്നത് 24,850. ചിലപ്പോൾ വീണ്ടും ഒരു ഹൈർ അടുത്ത് വരെ വീണ്ടും ചിലപ്പോൾ ഇതിന്റെ മുകളിൽ നിലനിർത്തി കഴിഞ്ഞാൽ ഹൈർ അടുത്തേക്ക് തന്നെ വീണ്ടും പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഹയർ ലെവല് റെസിസ്റ്റൻസ് ഈ ഒരു ലെവലില് ബൈ റിസ്ക് ആണ്. ഫൈനൽ റെസിസ്റ്റൻസ് 25,005 ഫൈനൽ റെസിസ്റ്റൻസ് വരുന്നത്. ഇവിടെ മൊമെന്റം കിട്ടില്ല ഈ ഒരു ഏരിയയിൽ, കാരണം ഈ ഒരു ഏരിയയിൽ തൊട്ടടുത്ത റെസിസ്റ്റൻസുകൾ ആയതുകൊണ്ട് തന്നെ നമുക്കത് ചിലപ്പോൾ അതിൻ്റെ ഒരു മുകളിൽ പോയാലും അത് റിജക്റ്റ് ആയിട്ട് ചിലപ്പോൾ താഴത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ഒരു ലെവല് നമുക്ക് ബൈ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടതെങ്കിൽ, അതായത് ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, നല്ലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, 25,005 മുകളിലാണ്. മാർക്കറ്റിൽ തുടക്കത്തിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു. ആദ്യത്തെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിഫ്റ്റി ഈ ഒരു ലെവൽ ഹോൾഡ് ചെയ്തുകൊണ്ട് 24,950 ഹോൾഡ് ചെയ്തുകൊണ്ട് ഇതിന് മുകളിൽ ഒരു ക്ലോസ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് 24,950 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് തൊട്ടടുത്താണ് റെസിസ്റ്റൻസുകൾ കാണുന്നത്, 25,055 റെസിസ്റ്റൻസ്. 59 ഇട്ട് കഴിഞ്ഞാൽ 130 അടുത്താണ്, 25,130 അടുത്താണ് റെസിസ്റ്റൻസ് വരുന്നത്. ഇൻ കേസ് ഓപ്പൺ ചെയ്യുന്നത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, ഈ പറയുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് റേഞ്ചിൽ അല്ലെങ്കിൽ റൈറ്റ് എൻട്രി എപ്പോഴും റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് വരുന്ന ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ
സപ്പോർട്ട് ചെയ്യുന്ന വരുന്ന ബൈ ഓപ്പർച്യൂണിറ്റി. അല്ലാത്തൊരു എൻട്രിക്ക് നമുക്ക് മാർക്കറ്റിൽ ഒരു മൊമെന്റം കിട്ടാനുള്ള സാധ്യത കുറവാണ്. എപ്പോഴും ആ ഒരു റൈറ്റ് എൻട്രിയിലാണ് നമുക്ക് എപ്പോഴും ചെറിയ സ്റ്റോപ്പ് ലോസ് മാനേജ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഈ ഒരു ലെവലായി നമുക്ക് റൈറ്റ് എൻട്രി വന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ക്യാനിൽ തന്നെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. അതേപോലെ റൈറ്റ് ഏരിയയിൽ നിന്ന് എപ്പോഴും എൻട്രി എടുക്കണം. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,660 താഴെയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ഇതിന്റെ മുകളിലേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. പക്ഷെ ക്യാനിൽ ക്ലോസ് ചെയ്താലും ഇത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ക്വിക്കായിട്ട് പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുക. തിരിച്ച് സപ്പോർട്ടിന്റെ താഴത്തേക്ക് 24,600 സപ്പോർട്ട് വരുന്നത്. 600 താഴത്തേക്ക് സപ്പോർട്ടിൽ നിലനിർത്തി കഴിഞ്ഞാൽ വീക്ക്നെസ് ആണ്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,600 താഴെയാണെങ്കിൽ വീക്ക്നെസ് ആണ്. ബൗൺസ് ചെയ്താലും 660 മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് ബൈ ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ഈ ലെവലിൽ വീണ്ടും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റിൽ ഒരു സഡൻ ഫാള് കിട്ടും. പിന്നെ 24,508 535 റെസിസ്റ്റൻസ്. ഷോർട്ട് സെൽ 508 താഴെ ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രം. ബൈ 535 മുകളിലേക്ക് ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രം. 508 താഴെ 460 445 അപ്പൊ ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി 445 താഴത്തേക്ക് ഒരു ക്യാനിൽ ക്ലോസ് ചെയ്താൽ മാത്രം. ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് തന്നു, അതിനുശേഷം ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്ത് അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ മാർക്കറ്റ് ഒരു ബൈയിലേക്ക് കടന്നു, ബൈയേഴ്സ് അവിടെ സ്ട്രെങ്ത് എടുത്തു എന്നുള്ള രീതിയിൽ മനസ്സിലാക്കുക. ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്ട് ട്രെൻഡിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിലെ വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിലെ അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.